Practice on removing oil sump and oil pump. Clean the sump. Practice on removing the big end bearing connecting rod with the piston. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഈ സെഷനിലുടനീളം ഞാൻ നിങ്ങളെ നയിക്കും. എൻജിൻ്റെ സർവീസിങ്ങിൽ കമ്പോണൻറ്റുകൾ ഡിസ്മാൻറ്റിൽ ചെയ്യുക, പരിശോധിക്കുക, റീഅസംബിൾസ് ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ ഓയിൽ സമ്പും ഓയിൽ പമ്പും റിമൂവ് ചെയ്യാനും സമ്പ് വൃത്തിയാക്കാനും പരിശീലിക്കാൻ പോകുന്നു. പിസ്റ്റനുമായി കണക്ട് ചെയ്യുന്ന റോഡ് എൻഡ് ബെയറിംഗ് നീക്കം ചെയ്യാനും നമ്മൾ പരിശീലിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകും എഞ്ചിനിൽ നിന്ന് ഓയിൽ സമ്പ് നീക്കം ചെയ്യാൻ, എഞ്ചിനിൽ നിന്ന് ഓയിൽ പമ്പ് നീക്കം ചെയ്യാൻ, പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും നീക്കം ചെയ്യാൻ, ക്രാങ്ക് ഷാഫ്റ്റ് നീക്കം ചെയ്യാൻ, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, സ്പാനർ സെറ്റ് കംപ്ലീറ്റ്, ടോർക്ക് റെഞ്ച്, എഞ്ചിൻ സ്റ്റാൻഡ്, ആവശ്യമായ എക്യുപ്മെന്റുകളും സ്പെയറുകളും, എഞ്ചിൻ ബ്ലോക്ക് അസംബ്ലി, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ ക്ലോത്ത്. ടാസ്ക് 1, ഓയിൽ പമ്പ് നീക്കം ചെയ്യുക. ഓയിൽ പമ്പ് നീക്കം ചെയ്യുന്നതിനു മുമ്പ് എഞ്ചിനിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യണം. എഞ്ചിൻ നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തുന്നതുവരെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. തുടർന്ന് വെഹിക്കിൾ ലിഫ്റ്റ് ഉപയോഗിച്ച് വാഹനം ഉയർത്തുക. എഞ്ചിനിൽ നിന്ന് ഓയിൽ ഊറ്റി ഒരു ഓയിൽ ട്രെയിൽ ഓയിൽ ശേഖരിക്കുക. ഓയിൽ സമ്പ് ബോൾട്ടുകൾ അഴിക്കുക. എഞ്ചിനിൽ നിന്ന് ഓയിൽ സമ്പ് നീക്കം ചെയ്യുക. ബോൾട്ടുകൾ അഴിച്ച് സ്ട്രെയിനർ നീക്കം ചെയ്യുക. പമ്പിന്റെ ഔട്ട്ലെറ്റ് ഡിസ്കണക്ട് ചെയ്യുക. ബോൾട്ടുകൾ അഴിച്ച് എഞ്ചിനിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യുക. ടാസ്ക് 2, പിസ്റ്റൺ റിമൂവ് ചെയ്യൽ. ബ്രേക്കർ ബാറും സോക്കറ്റും ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് തിരിക്കുക. അതിന്റെ സിലിണ്ടറിന്റെ അടിയിൽ റിമൂവ് ചെയ്യേണ്ട പിസ്റ്റൺ വയ്ക്കുക. കണക്റ്റിംഗ് റോഡിലേക്ക് എത്തിച്ചേരാൻ എഞ്ചിൻ സ്റ്റാൻഡിൽ വെച്ച് എഞ്ചിൻ തിരിക്കുക. റോഡ് ക്യാബും റോഡും നമ്പറിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. റോഡുകളും ക്യാബുകളും അക്കമിട്ടിട്ടില്ലെങ്കിൽ ഒരു പഞ്ച്, ചുറ്റിക അല്ലെങ്കിൽ ലഭ്യമെങ്കിൽ ഒരു നമ്പർ പഞ്ച് എന്നിവ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. റോഡും ക്യാബുകളും അടയാളപ്പെടുത്തുക. അങ്ങനെ ക്യാബ് ആക്ച്വൽ പൊസിഷനിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയും. കണക്റ്റിംഗ് റോഡിൽ റോഡ് ക്യാബ് ഹോൾഡ് ചെയ്യുന്ന നട്ടുകൾ അഴിച്ചു മാറ്റുക. കണക്റ്റിംഗ് റോഡ് ക്യാബ് നീക്കം ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിസ്റ്റൺ ഹെഡ് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഒരു അടയാളം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അടയാളം ഇല്ലെങ്കിൽ എഞ്ചിന്റെ മുൻഭാഗം സൂചിപ്പിക്കാൻ കണക്റ്റിംഗ് റോഡ് അടയാളപ്പെടുത്തുക. റീപ്ലേസ് ചെയ്യുമ്പോൾ പിസ്റ്റണുകൾ ഒറിജിനൽ ഡയറക്ഷനിൽ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പിസ്റ്റൺ നീക്കം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കണക്റ്റിംഗ് റോഡ് ബ്ലോക്കിന്റെ മുകളിലേക്ക് തള്ളിക്കൊണ്ട് സിലിണ്ടറിന് പുറത്തേക്ക് പിസ്റ്റൺ തള്ളുക. പ്ലാസ്റ്റിക് ഫേസുള്ള ചുറ്റികയോ തടികൊണ്ടുള്ള കട്ടയോ ഉപയോഗിച്ച് കണക്റ്റിംഗ് റോഡിൽ ചെറുതായി ടാപ്പു ചെയ്യുക. എല്ലാ പിസ്റ്റണുകളും നീക്കം ചെയ്യുക. റീഅസംബ്ലിക്കായി എല്ലാ പിസ്റ്റണുകളും പ്ലേസ് ചെയ്യുക. ടാസ്ക് 3, ക്രാങ്ക് ഷാഫ്റ്റ് നീക്കം ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ബെയറിംഗ് ക്യാപ്പുകൾ അടയാളപ്പെടുത്തുക. അങ്ങനെ അവ ഒരേ പൊസിഷനിലും ഡയറക്ഷനിലും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. മെയിൻ ബെയറിംഗ് ക്യാപ്പ് ഫാസ്റ്റനുകൾ അഴിച്ചു നീക്കം ചെയ്യുക. ബ്ലോക്കിൽ നിന്ന് മെയിൻ ബെയറിംഗ് ക്യാപ്സ് നീക്കം ചെയ്യുക. എഞ്ചിൻ ബ്ലോക്കിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റ് ഉയർത്തുക. അങ്ങനെ ഓയിൽ സമ്പും ഓയിൽ പമ്പും നീക്കം ചെയ്യാനും സമ്പ് വൃത്തിയാക്കാനും നമ്മൾ പഠിച്ചു. പിസ്റ്റനുമായി കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്ത് ബിഗ് എൻഡ് ബെയറിംഗ് നീക്കം ചെയ്യാനും പരിശീലിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.